നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്രയായി ചേട്ടാ? 60 രൂപ. ശരി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാഴ്ച കണ്ട് രസിക്കാനോ? അകത്ത് ഒരുപാട് ജോലിയുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ കാളിയമ്മയാണ് സത്യം. നിന്റെ ഈ പ്രേമം ഞാൻ ഉടച്ച് താറുമാറാക്കും. ഞാൻ ആവശ്യിച്ച ആളെ നീ എങ്ങനെ തട്ടിയെടുക്കണ്ട. ഞാൻ വന്നു. ഏഞ്ചലേ, ഈ ആള് ഞാൻ വിളിച്ചോട്ടെ. അമ്മ നാട് കാണാൻ ഇറങ്ങിയതാ. അതിന് തടസ്സം ഉണ്ടാക്കരുത്. മഞ്ജു ചേച്ചി, ഇത് വൈദ്യമഠത്തിലെ കുട്ടിയാ. ഒന്ന് അവിടെ കൊണ്ടുപോയി ആക്കാവോ? അയ്യോ, അനീഷേട്ടന്റെ കള്ളൂടി മാറ്റാനുള്ള നേർച്ചയാ. അത് മുടക്കാൻ പറ്റില്ല. ഇയാളും കൂടെ വന്നോട്ടെ. ദേവിയുടെ എഴുന്നള്ളത്തല്ലേ. അന്ന് എനിക്ക് ഈ വാള് തരുമോ? ഞാൻ തുള്ളിക്കോട്ടെ കൂടെ. അരുത്, ഇത് തീക്കളിയാ. കാളിയമ്മ കോപിക്കും. ഈശ്വര, കുട്ടനെ എങ്ങനെയെങ്കിലും വൈദ്യമഠത്തിൽ എത്തിക്കണമല്ലോ. എല്ലാരും ഇപ്പൊ അന്വേഷിക്കായിരിക്കുമല്ലോ. അമ്മേ, കാളിയമ്മേ, ആ വിവേകം കൊടുത്ത് കുട്ടനെ കാത്തോണേ. ഒരു ബലത്തിന് ദേവിയെ എഴുന്നള്ളിച്ച് തിരിച്ചെത്തുമ്പോഴേ സ്വീകരണം ഉള്ളതാ. ഇതുവരെ ഒന്നും ഒരുക്കി തീർത്തിട്ടില്ല. ഈ പൂ വെറുക്കണം, വാളും വിളക്കും ഒക്കെ തേച്ച് മിനുക്കണം. എന്തെല്ലാം ജോലികളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൂടി എങ്ങനെ തീർക്കാനാ? ഇങ്ങനത്തെ ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട, വിളക്ക് ഞാൻ തേച്ചോളാം. നീയേ തൂശനില മുഴുവൻ അറ്റം മുറിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കണം. എല്ലാ കുടങ്ങളിലും ഇല വെച്ച് കെട്ടി വേപ്പിലകൾ കെട്ടിവെക്കണം. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത വെള്ളം ആ കുടത്തിൽ മൊത്തം നിറയ്ക്കണം. ദേവി ചേച്ചിയും മഞ്ജു ചേച്ചിയും ഊരുവലത്തിന് പോയിന്ന് വെക്കാം. ആ ഗോപി എവിടെ ഉണ്ട്? അവളെ വിളിച്ചിതൊക്കെ ചെയ്യിച്ചെന്താ? പറഞ്ഞ പോലെ അവളെവിടെ പോയി? വേണ്ടേ, അപ്പുറത്തൊരു വായി നോക്കിയായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുക. അമ്പലമാണെന്ന വിചാരം രണ്ടിനുമില്ല. ആഹാ, എന്നാ ഞാൻ പോയി വിളിക്കാം. അവളിപ്പോ അങ്ങനെ സൂഹിക്കണ്ട. അമ്മ വേണ്ട, അവിടെ ഇരിക്കെ ഇരിക്കെ. അല്ല, ഈ കത്തിയുള്ളോ? ഇല വൃത്തിയാക്കണമെങ്കിലേ മൂർച്ചയുള്ള നല്ല കത്തി വേണം. അപ്പുറത്തിരിപ്പുണ്ട് കത്തി, ഇല തുടയ്ക്കാനുള്ള തുണിയും ഒക്കെ. എന്നാ ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അയ്യോ, ഇതിന് തൊടല്ലേ. അങ്ങനൊന്നും ചെയ്യരുത് ചേച്ചി. ഞാനേ ഉടവാള് കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് വരാം. കൂട്ടനെ ഒന്നും മുത്തശ്ശന്റെ അടുത്തേക്ക് ആക്കോ. ശ്രദ്ധിച്ച്. ഉണ്ണിപ്പിള്ളേ, ഉത്സവ കച്ചവടം തുടങ്ങിയില്ലേ? മുടക്കം വന്ന പൈസ കൂടെ തന്നൂടെ? ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അങ്ങോട്ട് ഉഷാറായിട്ടില്ലെന്നേ. ആൾക്കാരുടെ കയ്യിലൊന്നും പൈസ ഇല്ല. പിടിച്ചോ.
ആഹാ ഇത്രേ ഉള്ളോ? ഇവനാ ദേവികയുടെ കൂടെ വന്നവനല്ലേ? അവൻ തന്നെ അവൻ. ഉണ്ണിപ്പിള്ളേ, ഇവനേതാ? മുമ്പ് ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഏതാവൻ? എനിക്ക് വലിയ പിടിയില്ലെന്നേ. നമ്മുടെ മേഘമല സ്കൂളിലെ ടീച്ചറാ ദേവിക. മോഹനേട്ടന്റെ മോള് ആ കൊച്ചിവിടെ ആക്കിയിട്ട് പോയതാ. ഓഹോ. എന്റെ ഐസ്ക്രീം വേണോ? പിന്നെ എന്നെ കൊതിയിട്ട് എന്റെ ഐസ്ക്രീമിലേക്ക് നോക്കണേ. എന്നെ വയറിളക്കാനാ? പോടാ. എന്താ പറഞ്ഞു? പോടാന്നോ? അതെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഐസ്ക്രീം മേടിച്ചുതരാം. വേണോ? ഉണ്ണിപ്പിള്ളേ, എന്റെ വക ഒരു ഐസ്ക്രീം ചെക്കന് കൊടുത്തേക്കെ. ചെക്കനല്ല, കുട്ടനാ. ആ, കുട്ടനെങ്കിൽ കുട്ടൻ. നീ വന്നേ, ചോദിക്കട്ടെ. വാ വാ. ഇതാ കഴിച്ചോ. താങ്ക് യു. കഴിച്ചോ. നല്ല ടേസ്റ്റ്. മോനെ, അതെ, നിനക്ക് ദേവിക എത്ര നാളായിട്ട് അറിയാം? ദേവിയോ? അതാരാ? അമ്പലത്തിൽ ദേവിയാ? എടാ, നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ ആ സ്കൂളിലെ ടീച്ചർ? അത് മാലാഖിയാ, ഏഞ്ചൽ. എടാ, ദേവിക എന്റേതാ, മനസ്സിലായടാ? കളിയും ചിരിയുമായി ഒരുത്തനെ അവളുടെ പിന്നാലെ നടക്കരുത്. അങ്ങനെ നടന്ന ഒന്നു കളയും ഞാൻ. നിനക്കെന്നെ ശരിക്കും അറിയില്ല കേട്ടോ? എന്റെ ഐസ്ക്രീം പോയില്ലേ? എനിക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചാ? മോനെ, മക്കളെ, മോനെ, നിനക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും വാങ്ങിച്ചു തരാം. അതെ, എടാ ഇങ്ങനെ നോക്കിയേ. അതെ, നീയും ദേവിയും തമ്മിലുള്ള ബന്ധം എന്താ? പറ. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? എന്നാ പറഞ്ഞുതരാം. എടോ, ഒരു ഐസ്ക്രീം എടുത്ത് കൊടുക്കണോ? താങ്ക് യു, താങ്ക് യു. വേണോ? മോനെ, ഇനി പറ. നിന്നെയും ദേവിയെയും പാർക്കിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ. ദേവിക നിന്റെ ആരാ? ആരേ ദേവിക? എനിക്കറിയില്ല. നീ പൊട്ടം കളിക്കാണോടാ കോപ്പേ? നിനക്കെന്നെ അറിയില്ല കേട്ടോ. പറയടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.